Welcome back to next video lecture from the subject Mechanics of Solids. Today we are discussing module number 4 and the topic is strain energy. Okay, അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ നമ്പർ 4-നകത്ത് മെയിനായിട്ടുള്ള ഒരു മേജർ പാർട്ട് എന്ന് പറയുന്ന സ്ട്രെയിൻ എനർജി, ഒരു ചെറിയൊരു പോർഷൻ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി. ഓക്കെ, വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് സ്ട്രെയിൻ എനർജി? ഓക്കെ, സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ മെയിൻ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു മെമ്പർ കൺസിഡർ ചെയ്യാം, ഒരു ഇലാസ്റ്റിക് ബോഡി കൺസിഡർ ചെയ്യുക. ഇലാസ്റ്റിക് ബോഡിയെ ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുക? വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി? It is the property of a material to regain its original size and shape after the removal of the deforming force. അപ്പോൾ ഒരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ബോഡിയിൽ, അപ്പോൾ ഇത് ഈ ബോഡി ഡീഫോം ചെയ്യും. ആ ഫോഴ്സിനെ ഞാൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും റീറ്റെയിൻ ചെയ്യുന്നെങ്കിൽ ആ ടൈപ്പ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയലാണ് ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ബോഡി വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്, അല്ലെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്തോന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാണ്, ഹുക്സ് ലോയും എല്ലാം. ഓക്കെ, അപ്പോൾ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റിലാണ് ഞാൻ ആക്ച്വലി മെമ്പറിനെ എന്ത് ചെയ്യുന്നത്? ലോഡ് ചെയ്യുമ്പം ആക്ച്വലി എന്ത് ചെയ്യും? ലോഡിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും റീറ്റെയിൻ ചെയ്യും. ആ ടൈപ്പ് മെറ്റീരിയലാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ. ഓക്കെ, അപ്പം മെറ്റീരിയൽ ഡീഫോം ചെയ്ത് ഇതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് ഞാൻ ഡീഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്ത് ജനറേറ്റ് ചെയ്യും? അതിനകത്ത് സർട്ടൺ എമൗണ്ട് ഓഫ് എനർജി സ്റ്റോർ ചെയ്യും, അല്ലേ? നമ്മളിപ്പം ആ മെമ്പറിനെ ഡീഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സർട്ടൺ എമൗണ്ട് ഓഫ് വർക്ക് കൊടുക്കുമല്ലേ ചെയ്തേക്കുന്നത്. ആ വർക്ക് അതിനകത്ത് എന്തായിട്ട് സ്റ്റോർ ചെയ്യും? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് എന്ത് ചെയ്യുന്നത്? ആ ബോഡിയെ ബ്രിങ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് എന്ന് പറയുന്ന വാല്യൂ. ആ സർട്ടൺ എമൗണ്ട് ഓഫ് എനർജിയാണ് ആക്ച്വലി എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് നോൺ ആസ് സ്ട്രെയിൻ എനർജി. ഓക്കെ, അപ്പോൾ ഒരു ബോഡി ഡീഫോം ചെയ്യുമ്പം അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് ആക്ച്വലി സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ട്രെയിൻ എനർജി എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി മീൻസ് വെൻ ആൻ ഇലാസ്റ്റിക് ബോഡി ഈസ് ലോഡഡ് externally within the elastic limit, this is very important. Okay, within the elastic limit, the energy is stored in the body. The same energy is released when the load is removed. Okay, load remove ചെയ്യുമ്പോഴത്തേക്ക് ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. The energy is known as strain energy. Okay, when an elastic body is loaded externally within the elastic limit, the energy is stored in the body. എന്ത് പറ്റിക്കും? അതിനകത്ത് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ലോഡ് കൊടുക്കും, അതിനകത്ത് സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അതായത് നമ്മൾ കൊടുക്കുന്ന വർക്കാണ് ആക്ച്വലി ആ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. Then the same energy is released when the load is removed. The energy is known as strain energy. Or simply, strain energy can be defined as the energy stored in the body during deformation. Okay, body deform ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി ഡ്യൂറിംഗ് ഡിഫോർമേഷൻ ഈസ് കോൾഡ് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി. ഇപ്പോൾ സ്ട്രെയിൻ എനർജി ഇനി അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എ പാർട്ടിലൊക്കെ ചോദിക്കാറില്ല. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രെയിൻ എനർജി ആൻഡ് കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രെയിൻ എനർജി ആൻഡ് കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി? അപ്പോൾ സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ യു. ഓക്കെ, സ്ട്രെയിൻ എനർജി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എന്തുവാ? യു. കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു യു സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി റെപ്രസെന്റ് ലെറ്റർ എന്തോ? ദാറ്റ് ഇസ് ഈക്വൽ ടു യു സ്റ്റാർ. ഞാനിവിടെ വരച്ചേക്കുന്നത് വെച്ചാൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരച്ചായിരുന്നു, അതുപോലെ തന്നെ ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രാം വരച്ചേക്കുന്നത്. ഇത് ലോഡ്, വൈ ആക്സ് എന്ന് പറഞ്ഞാൽ ലോഡ്, എക്സ് ആക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫോർമേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ. ഓക്കെ, വി നോ ദാറ്റ് ബൈ ഹുക്സ് ലോ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലേ? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അതുകൊണ്ട് ഇത് ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ കേസ്. ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ലീനിയർ അല്ലേ? കർവ് വരുന്നത് എന്തുമായിരിക്കും? ലീനിയർ നേച്ചർ, അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് ലീനിയർ ഇലാസ്റ്റിക്. ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഓക്കെ, ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയലാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. അത് ഡിഫോം ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫോർമേഷൻ ആ വാല്യൂ. അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എനിക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി എന്തായിരിക്കും? ഇപ്പോൾ ലീനിയർ ഇലാസ്റ്റിക് ആണെങ്കിൽ എന്തായിരിക്കും? നോൺ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഇത് നമ്മളുടെ ഡിഫറൻസ് എന്തുവാ? ഈ കർവ് എന്ന് പറയുന്നത് ആക്ച്വലി സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. ഇതെന്ത് പറയുന്നത്? ഒരു കർവ് പോർഷനാണ് വന്നേക്കുന്നത്, സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടിയേക്കുന്നത്. ഓക്കെ, കാരണം എന്താ? ഇത് ലീനിയർ അല്ല, നോൺ ലീനിയർ ആണ്. നോൺ ലീനിയർ നേച്ചർ എന്ന് വെച്ചാൽ ആക്ച്വലി എന്തായിരിക്കും? ദാറ്റ് ഈസ് എ കർവ് ആയിരിക്കും വാല്യൂ.
ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ആക്കാം സ്ട്രെയിൻ എനർജിയും കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ. അപ്പോൾ സ്ട്രെയിൻ എനർജി വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ യു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഡയഗ്രം നോക്കിയിട്ട് എങ്ങനെയാണ് ആക്ച്വലി സ്ട്രെയിൻ എനർജി കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി നമ്മുടെ ഡിഫറൻസ് പറയുന്നത്. ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി കർവ്, ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി കർവ് ആൻഡ് ഡിഫോർമേഷൻ ലൈൻ. ഇതല്ലേ ഡിഫോർമേഷൻ ലൈൻ, എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സും അതുപോലെ തന്നെ ഈ കർവും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ഏരിയ പോർഷൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് സ്ട്രെയിൻ എനർജി. ഓക്കെ, ദറ്റ് ഈസ് നോൺ ആസ് സ്ട്രെയിൻ എനർജി. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ദറ്റ് ഈസ് ദി വൈൽ ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി കർവ് ആൻഡ് ദ ലോഡ് ലൈൻ. ഇതല്ലേ ലോഡ് ലൈൻ എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ഇതല്ലേ ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കർവ് ഇതെന്ന് പറയുന്നത് ദറ്റ് ഈസ് നോൺ ആസ് കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രെയിൻ എനർജി ആൻഡ് കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി? ഒന്നുമില്ല. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, കർവും ഡിഫോർമേഷനും തമ്മിലുള്ള ആ ഏരിയ ആണ് ആക്ച്വലി എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജി. അതുപോലെ തന്നെ കർവും ലോഡും തമ്മിലുള്ള ഏരിയ ആണ് ആക്ച്വലി എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ കേസില സ്ട്രെയിൻ എനർജിയും കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ, സിമിലർ അല്ലേ വാല്യൂ വന്നേക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ ദറ്റ് ഈസ് സ്ട്രെയിൻ എനർജി ഈസ് നോട്ട് ഈക്വൽ ടു കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി ആയിരിക്കും നോൺ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ കേസിൽ. ഓക്കെ, ദെൻ സ്ട്രെയിൻ എനർജി ആക്ച്വലി നമുക്ക് ഡിഫൈൻ ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി ഡ്യൂറിംഗ് ഡിഫോർമേഷൻ ഈസ് കോൾഡ് സ്ട്രെയിൻ എനർജി. ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി ഡ്യൂറിംഗ് ഡിഫോർമേഷൻ ഈസ് കോൾഡ് സ്ട്രെയിൻ എനർജി. ദ ഏരിയ enclosed by the curve and the deformation line, and the deformation line is strain energy. And while the area enclosed by the curve and the load line represents the complementary strain energy. Complementary strain energy which is represented by U star. Complementary strain energy which is represented by U star and strain energy which is represented by U. ഇപ്പോൾ ഈ പാർട്ടി ചോദിക്കുന്ന വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രെയിൻ എനർജി ആൻഡ് കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി എന്നുള്ള വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറേ ഡെറിവേഷൻസ് ഉണ്ട് ഇതിനകത്ത്. ആ വാല്യൂ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഡേ expression for elastic strain energy for axial loading. അപ്പോൾ ആക്സിയൽ ലോഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനാണ് എനിക്ക് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആക്സിയൽ ലോഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനാണ് എനിക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു റെക്ടാങ്കുലർ മെമ്പർ കൺസിഡർ ചെയ്യാം. സപ്പോസ് ദാറ്റ് ഈസ് ഇക്വൽ ടു എ ബി. ഓക്കെ, ഇത് ഞാൻ ആക്സിലായിട്ട് ഒരു ലോഡ് അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് എ ബി. ആക്സിലായിട്ട് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് ഡീഫോർമേഷൻ ഉണ്ടാവും. Okay, that is equal to length of the member, that is equal to L, and a deformation that is equal to suppose delta. And axial load applied in the member that is equal to P value. Okay, we know that within the elastic limit stress is directly proportional to strain. This elastic strain energy, stress is directly proportional to strain. But therefore load deformation curve, that is load P and deformation delta, load deformation curve value. Okay, we know that
ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫോർമേഷൻ എന്ത് ഇൻക്രീസ് ചെയ്യും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വാല്യൂ. ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സപ്പോസ് ലോഡ് പി ഇതാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ഡിഫോർമേഷൻ എന്ന് പറയുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ. അപ്പോൾ ഇത് പി, ഈ പോയിന്റ് പി ആണെങ്കിൽ ഈ ഡിഫോർമേഷൻ എന്ന് പറയുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ. ഓക്കെ, ഞാൻ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇനിഷ്യലി ഫോഴ്സ് എത്ര ആയിരുന്നു? 0 ആണ്. 0 ഗ്രാജുവലി ഇൻക്രീസ് ചെയ്താണ് പി ആയിട്ട് വന്നേക്കുന്നത് അല്ലേ. 0 എന്ന് പറയുന്ന വാല്യൂ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്താണ് പി വന്നേക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ഇപ്പോൾ ഇനിഷ്യലി ലോഡ് 0 ആയപ്പോൾ ഡിഫോർമേഷൻ എന്ന് പറയുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ 0. ലോഡ് ഗ്രാജുവലി ഇൻക്രീസസ് ടു പി, ദെൻ കറസ്പോണ്ടിങ് ഡിഫോർമേഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ. ഓക്കെ, സിമിലർലി സപ്പോസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സപ്പോസ് എഫ് ആണെന്ന് വയ്ക്കാം. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ് ഡിഫോർമേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. Okay, corresponding deformation that is equal to x. Okay, we know that when load is equal to 0, then deformation is equal to 0. When P is equal to 0, load is equal to 0, deformation is equal to 0. Okay, when load is equal to 0, deformation is equal to 0. When load is equal to F, then deformation is equal to x. അല്ലേ, ലോഡ് ഞാൻ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ലോഡ് കൺസിഡർ ചെയ്തു ദാറ്റ് ഈസ് ഈക്വൽ എഫ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഡിഫോർമേഷൻ എന്ന് പറയുന്ന വാല്യൂ എന്തുവാ? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. അല്ലേ, നമുക്കറിയാം എനർജി. വാട്ട് ഈസ് എനർജി? എനർജി ഈസ് ദി വർക്ക് ഡൺ. അല്ലേ, വർക്ക് ഡൺ ടു പ്രൊഡ്യൂസ് ദി ഡിഫോർമേഷൻ ആണ്. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി വർക്ക് ഡൺ ടു പ്രൊഡ്യൂസ് ദി ഡിഫോർമേഷൻ ആണ് വാല്യൂ. അല്ലേ, സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്ട്രെയിൻ എനർജി വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ യു. യു ഈസ് ഈക്വൽ ടു work done to produce the deformation. Work done to produce the deformation. That is strain energy U is equal to work done. Work done എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ലെയറാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ലെയർ ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒരു എന്താ പറയുക ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലൈനിൻ്റെ ഈ സ്ട്രിപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്ന വാല്യൂ dx ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. ഓക്കെ, dx ആയിട്ട് ഞാൻ വാല്യൂ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ U is equal to വാല്യൂ എന്ത് വരുന്നത്? സ്ട്രെയിൻ എനർജി ഇൻ ദ സ്ട്രിപ്പാണ് അല്ലേ. സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ കേസ് ഓഫ് ദി സ്ട്രിപ്പ്. ഈ സ്ട്രിപ്പിന് ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു വർക്ക് ഡൺ അല്ലേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു dx ആ വാല്യൂ. അപ്പോൾ ടോട്ടൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ടോട്ടൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഡിഫോർമേഷൻ എവിടെ നിന്ന് എവിടെ വരെ ഒക്കർ ചെയ്യുന്നത്? 0 to മാക്സിമം ഡിഫോർമേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ അല്ലേ. അതായത് എഫിന് കറസ്പോണ്ടിങ് ഡിഫോർമേഷൻ ആണ് എക്സ് എന്ന് പറയുന്ന വാല്യൂ. അപ്പം ഈ ഡിഫോർമേഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to ഡെൽറ്റയാണ് ലിമിറ്റ് വരുന്നത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to ഡെൽറ്റ എഫ് ഇൻറ്റു dx ആണ് ആക്ച്വലി സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ അല്ലേ. ഓക്കെ, ദെൻ നമുക്കറിയാം ദാറ്റ് ഈസ് പി എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഡിഫോർമേഷൻ എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. ഓക്കെ, പി എന്ന് പറയുന്ന എഫ് ആണെങ്കിൽ ഡിഫോർമേഷൻ എന്ന് പറയുന്ന വാല്യൂ എന്തോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് വി ഹാവ് when maximal load is applied in the member and corresponding deformation is equal to delta. When F is applied in the member, then deformation is equal to x ആവാലും അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് റേഷ്യോ എഴുതാമല്ലോ. അതായത് എക്സ് ഡിഫോർമേഷൻ ഒക്കർ ചെയ്യാനുള്ള കറസ്പോണ്ടിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഡിഫോർമേഷൻ ഒക്കർ ചെയ്യാനുള്ള കറസ്പോണ്ടിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തുവാ? ദാറ്റ് ഈസ് ഈക്വൽ ടു പി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു P divided by delta into x ആവാലും. അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിളുടെ റേഷ്യോ എടുത്താലും മതി. ഓക്കെ, അതായത് എക്സ് ഡിഫോർമേഷൻ ഒക്കർ ചെയ്യാനുള്ള റീസൺ എഫ് ആണ്. സിമിലർലി ഡെൽറ്റ ഡിഫോർമേഷൻ ഒക്കർ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? പി എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫോർ എഫ് ഈസ് ഈക്വൽ ടു പി ബൈ ഡെൽറ്റ ഇൻറ്റു എഫ് അല്ലേ. വി നോ ദാറ്റ് U is equal to, that is strain energy stored, U is equal to integral 0 to delta F into dx ആവാൻ അല്ലേ. ദാറ്റ് ഈസ് U is equal to integral 0 to delta F is equal to P by delta into x into dx ആവാൻ. ഓക്കെ, P എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, ഡെൽറ്റ എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് അല്ലേ. ദാറ്റ് ഈസ് U is equal to P by delta into integral 0 to delta x into dx ആവാൻ. ഓക്കെ, ദാറ്റ് ഈസ് U is equal to P by delta into integral
എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 അല്ലേ, എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 0 ടു ഡെൽറ്റ വൈ. ദറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു പി ബൈ ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആവാൻ അല്ലേ, ഡെൽറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2. അപ്പോൾ ഈ ഡെൽറ്റയും ഈ ടൈമും ക്യാൻസൽ ആവും. ദറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ എന്ത് വരും, ദറ്റ് ഈസ് ഈക്വൽ ടു യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ. യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ ആവാൻ. ഓക്കെ, ദാറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ദി മെമ്പർ. ഓക്കെ, ആക്ച്വലി പി ഇൻറ്റു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ ഫോർമുല, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തോ ദാറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെ അല്ലേ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. അല്ലെങ്കിൽ പി എന്ന് പറഞ്ഞാൽ എന്തുവാ, ലോഡ് അല്ലേ, ആ ലോഡ് കാരണമല്ലേ ഡിഫോർമേഷൻ ഉണ്ടായത്. ആക്ച്വലി എന്തുവാ അതിനുണ്ടായ കോസ്, ദാറ്റ് ഈ കോസ് ഇൻറ്റു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് അല്ല, ഈ ലോഡ് കൊടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഡിഫോർമേഷൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ഡെൽറ്റ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, ദറ്റ് ഈസ് യു ഈസിക്കൽ ഹാഫ് ഇൻറ്റു കോസ് ഇൻറ്റു എഫക്റ്റ് എന്ന് പറയുന്നതാണ് ആക്ച്വലി സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ. ദറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഫോർ ആക്സിയൽ ലോഡിംഗ്. ഇപ്പോൾ ആക്സിലായിട്ടാണ് ലോഡ് കൊടുക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുല ദറ്റ് ഈസ് 1/2 ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റയാണ് വാല്യൂ. പി ഇൻറ്റു ഡെൽറ്റയാണ് വാല്യൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ബെൻഡിങ് മൊമെന്റിനും ടോർഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഡെറിവേഷൻ സെയിം ഫോർമുല ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റയ്ക്ക് വരാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ് ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ എം ഇൻറ്റു അതിനുണ്ടാകുന്ന ഡിഫോർമേഷൻ എന്ന് പറയുന്ന വാല്യൂ ധരിച്ചില്ല ആ വാല്യൂ ആയിരിക്കും വരിക. ഓക്കെ, സിമിലർ ടോർക്ക് ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ടി, അതിന് കറസ്പോണ്ട് ഡിഫോർമേഷൻ എന്താണ് എടുക്കുന്നത് ആ വാല്യൂ ആയിരിക്കും വരിക. ഓക്കെ, നമുക്കാണെങ്കിൽ അടുത്ത പോർഷൻ നോക്കാം. അപ്പം എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഫോർ ആക്സിൽ ലോഡിംഗ് കഴിഞ്ഞു. സിമിലർലി എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഫോർ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ദി ബെൻഡിങ്. എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഫോർ ബെൻഡിങ്. Next one. Expression for expression for elastic strain energy for bending a value. Okay, consider a cantilever beam. Consider a cantilever beam that is equal to AB. Consider a cantilever beam and a bending moment is applied at the free end. Suppose that is equal to M. Okay, then the bending beam is deflected. Then bending beam is deflected like this. Okay, beam is deflected like this. Okay, when bending moment is equal to 0. Bending moment apply ചെയ്തുണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ സ്ലോപ്പ് ഉണ്ടോ ഇല്ല, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കുമല്ലോ ചെയ്യുന്നത്, സ്ലോപ്പ് ഇല്ല. ദാറ്റ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0 അല്ലേ. ഇവിടെ മൊമെന്റ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ ആംഗിൾ ഡിഫോർമേഷൻ ഉണ്ടോ, അതായത് സ്ലോപ്പ് ഉണ്ടോ ഇവിടെ ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, വെൻ ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു എം. ഞാൻ ഫ്രീ എൻഡിൽ അപ്ലൈ ചെയ്യുന്ന മൊമെന്റ് പറയുന്നത് എം ആണെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്ന വാല്യൂ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു സപ്പോസ് തീറ്റ ആണെന്ന് വയ്ക്കാം. എം മൊമെന്റ് അപ്ലൈ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഫോർമേഷൻ എന്ന് പറയുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ആണെന്ന് വയ്ക്കുക. സപ്പോസ് അതിൻ്റെ സ്ലോപ്പ് വരയ്ക്കുന്നത് എങ്ങനെ, ഈ പോയിന്റിൽ നിന്ന് ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. നിങ്ങളോട് ഡിഫ്ലക്ഷനകത്തത് പഠിക്കും കേട്ടോ. വയ്ക്കുക, ഒരു ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ. ഇതാണ് ആക്ച്വലി ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ദെൻ മൊമെന്റ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് പഠിക്കും, ഡിഫ്ലക്ഷൻ ടോപ്പിക്കിനകത്ത് പഠിക്കും കേട്ടോ. എം ഈസ് ഈക്വൽ ടു ഫ്രീ എൻഡിൽ അപ്ലൈ ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്ന വാല്യൂ ഈസ് ഈക്വൽ ടു എം. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്ന വാല്യൂ എത്ര, ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ. സപ്പോസ് ഞാൻ ഇന്റർമീഡിയറ്റ് ആയിട്ടൊരു മൊമെന്റ് അപ്ലൈ ചെയ്യാം. ഇന്റർമീഡിയറ്റ് ആയിട്ടൊരു മൊമെന്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആർ ആണെന്ന് വയ്ക്കാം. മാക്സിമം മൊമെന്റ് ആണ് എം, ഞാൻ കൊടുക്കുന്ന മൊമെന്റ് എന്ന് പറയാം എം ആർ എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ സപ്പോസ് ആൽഫ ആണെന്ന് വയ്ക്കാം. സപ്പോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. അപ്പോൾ ഈ മൊമെന്റ് അപ്ലൈ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് സ്ലോപ്പ് ഡിഫോർമേഷൻ എന്ന് പറയുന്ന വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയഗ്രാം, ഇലാസ്റ്റിക് ഡയഗ്രാം എനിക്ക് വരയ്ക്കാം. നേരത്തെ വരച്ച പോലെ തന്നെ ലോഡിന് പകരം ഇവിടെ എന്ത് വരും, മൊമെന്റ് എം. ഇവിടെ ഡിഫോർമേഷൻ എന്ന് പറയുന്നതായിരിക്കും ഇവിടെ സ്ലോപ്പാണ്. ഇവിടെ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ, ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രമാണ്. ഇതിന് പകരം മൊമെന്റ് സ്ലോപ്പ് ഡയഗ്രം ആയിരിക്കും വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇറ്റ്സ് എ ലീനിയർ ഇൻ നേച്ചർ. ദാറ്റ് ഈസ് ലീനിയർ ഇൻ നേച്ചർ.
വെൻ എം ഈസ് അപ്ലൈഡ്, മൊമെൻറ്റ് എം അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ. ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു മൊമെൻറ്റ് കൺസിഡർ ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആർ ആ വാല്യൂ, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ ഒരു ലെയർ കൺസിഡർ ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ആയിരുന്നു അവിടെ, ഇവിടെ ഡി ആൽഫ ആയിരിക്കും വാല്യൂ. നമ്മൾ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെയർ ആൽഫ എന്ന് പറയുന്ന വാല്യൂ ഡി ആൽഫ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ, അപ്രോക്സിമേറ്റ് സെയിം ആ വാല്യൂ. ഓക്കെ 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 ദെൻ വി നോ ദാറ്റ് സ്ട്രെയിൻ എനർജി acting on the element. Strain energy acting on the element എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, വർക്ക് ഡൺ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. വർക്ക് ഡൺ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരുന്നതിന് പകരം ഇവിടെ മൊമെൻറ്റ് ആർ ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ആൽഫ ആവാൻ. ഓക്കെ, therefore total strain energy U is equal to integral mr into d alpha, where alpha, that is the slope, is varies from 0 to theta. That is 0 to theta value. അല്ലേ, നേരത്തെ ചെയ്ത പോലെ തന്നെ സിമിലർ വാല്യൂവിൻ്റെ റേഷ്യോ എടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ സ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എം. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്ന സ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആർ ആ വാല്യൂ. ദെയർഫോർ ദാറ്റ് ഈസ് എം ആർ ഈസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ തീറ്റ ഇൻറ്റു ആൽഫ. എം ആർ ഈസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ തീറ്റ ഇൻറ്റു ആൽഫ വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to തീറ്റ, എം ആർ ഈസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ തീറ്റ into alpha into d alpha value. Okay, that is m divided by theta into alpha into d alpha. M constant, theta എന്ന് പറയുന്ന ടൈം കോൺസ്റ്റന്റ് ആണ്. Therefore u is equal to m divided by theta integral 0 to theta alpha d alpha. Alpha into d alpha എന്ന വാല്യൂ വരുന്നല്ലേ, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. That is u is equal to m divided by theta into alpha square divided by 2, that is equal to 0 to theta value. That is u is equal to m divided by theta into theta square divided by 2 value. Theta square divided by 2 ഈ രണ്ട് ടൈം എന്ത് ക്യാൻസൽ ആവും. That is u is equal to 1/2 into m into theta, 1/2 into m into തീറ്റ വാല്യൂ. നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ ചെയ്തപ്പോൾ എത്രയാണ് ആൻസർ കിട്ടിയ 1/2 ഇൻറ്റു പി ഇൻറ്റു തീറ്റ ആയിരുന്നു റിസൾട്ട്. പി ആയിരുന്നു അവിടെ കോസ് എന്ന് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്ന എഫക്റ്റ് ആയിരുന്നു. ലോഡ് കൊടുക്കുമ്പോൾ ഡിഫോർമേഷൻ ഡെൽറ്റ ആയിരുന്നു. ഇവിടെ ലോഡ് കൊടുക്കുമ്പോൾ അതായത് ബെൻഡിങ് മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫോർമേഷൻ എന്ന് പറയുന്ന വാല്യൂ എന്താ, ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ, ദാറ്റ് ഈസ് കോസ് 1/2 ഇൻറ്റു കോസ് ഇൻറ്റു എഫക്ട്. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഫോർ ബെൻഡിങ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എം ഇൻറ്റു തീറ്റ വാല്യൂ. ഓക്കെ, സിമിലർലി നമുക്ക് എന്തിൻ്റെ കൂടെ പ്രൂവ് ചെയ്യാൻ പറ്റും, എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഫോർ ടോർഷണൽ ലോഡ്. ഓക്കെ, എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ഫോർ ടോർഷണൽ ലോഡ് വാല്യൂ കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ടോർക്കിൻ്റെ വാല്യൂ ചെയ്യാം. സിമ്പിളായി ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ടോർക്കിൻ്റെ വാല്യൂ ചെയ്യാം. എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് സ്ട്രെയിൻ energy for torsional load or torque. Expression for elastic strain energy for torsional load or torque. ഇപ്പോൾ ഷാഫ്റ്റ് കൺസിഡർ ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി. ഇതിൻ്റെ എൻഡിൽ ഞാനൊരു ടോർക്ക് അപ്ലൈ ചെയ്യുകയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി. സപ്പോസ് ടോർക്ക് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് വയ്ക്കാം. ടോർക്ക് 0 ആണെങ്കിൽ ദാറ്റ് ഈസ് ദി ആംഗ്ലോ ട്വിസ്റ്റ്, ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. ആംഗ്ലോ ട്വിസ്റ്റ് ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ആയി. ഓക്കെ, സപ്പോസ് ടി ഈസ് ഈക്വൽ ടു ടി ആണെന്ന് വയ്ക്കുക, അപ്ലൈ ചെയ്യുന്ന ടോർക്ക് മാക്സിമം ടോർക്ക് ആണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ സപ്പോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആംഗ്ലോ ട്വിസ്റ്റ്, മാക്സിമം ആംഗ്ലോ ട്വിസ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ വാല്യൂ.
സിമിലർലി ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ടോർക്ക് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വൽ സപ്പോസ് ടി ആർ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ആർ എന്ന വാല്യൂ ഞാൻ കൺസിഡർ ചെയ്യും. തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ആർ എന്ന വാല്യൂ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഓക്കെ, സിമിലർ ആയിട്ട് നേരത്തെ വരച്ച പോലെ തന്നെ ഡയഗ്രാം വരയ്ക്കുക. ഇവിടെ ലോഡ് ഡിഫോർമേഷൻ ആണ്. ഇവിടെ കൊടുക്കുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. ടോർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി. ഡിഫോർമേഷൻ എന്ന് പറയുന്നത് എന്തോ ഇവിടെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആ വാല്യൂ അല്ലേ, ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ വാല്യൂ അല്ലേ. ലീനിയർ നേച്ചറാണ്, ലീനിയർ നേച്ചറാണ് വാല്യൂ. അപ്പോൾ ഈ ടോർക്ക് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ. അപ്പോൾ ടിക്ക് കറസ്പോണ്ടിങ് വാല്യൂ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ വാല്യൂ വന്നേക്കുന്നത്. തീറ്റ വന്നേക്കുന്നത്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഞാനൊരു വാല്യൂ കൺസിഡർ ചെയ്യാം. ഇത് തീറ്റ ആർ എന്ന് കൺഫ്യൂഷനാണ്, ഇത് ആൽഫ എന്ന് കൊടുക്കാം. ഓക്കെ, ദറ്റ് ടി ആർ കറസ്പോണ്ടിങ് ഡിഫോർമേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. ഈ ലെയർ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൺസിഡർ ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ആൽഫ. ഡി ആൽഫയും ആൽഫ എന്തോ സെയിം വാല്യൂ വരെ. ഓക്കെ, അപ്രോക്സിമേറ്റ് സിമിലർ ആയിരിക്കും റിസൾട്ട്. ഓക്കെ, വി നോ ദാറ്റ് സ്ട്രെയിൻ എനർജി ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതുന്നില്ല, നേരത്തെ എഴുതിയ പോലെ തന്നെ ഇൻ്റഗ്രൽ 0 ടു ഇവിടെ നിന്ന് 0 ടു തീറ്റ, ഇൻ്റഗ്രൽ 0 ടു തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ആർ ഇൻറ്റു ഡി ആൽഫ അല്ലേ. സ്ട്രെയിൻ എനർജി വർക്ക് ഡൺ ആ വാല്യൂ. ഇപ്പോൾ സ്ട്രിപ്പിൻ്റെ വാല്യൂ എലമെൻറ്റിൻ്റെ വാല്യൂ ആണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. എലമെൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് ഇൻറ്റു എലമെൻറ്റ് ഡിഫോർമേഷൻ. എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എത്ര ടി ആർ ഇൻറ്റു ഡിഫോർമേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ആൽഫ വാല്യൂ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് ടി ആർ ഇൻറ്റു ഡി ആൽഫ വാല്യൂ അല്ലേ. വി നോ ദാറ്റ് ഇപ്പോൾ തീറ്റ ഡിഫോർമേഷൻ കറസ്പോണ്ടിങ് ടോർക്ക് ഈസ് ഈക്വൽ ടു ടി ആർ. Similarly, that is equal to alpha deformation corresponding that is equal to TR. Okay, therefore TR is equal to T by theta into alpha. TR is equal to T by theta into alpha value. Okay, that is equal to integral 0 to theta. TR is equal to T by theta into alpha into D alpha value. Okay, that is equal to T by theta constant. T by theta integral alpha d alpha എന്ന് പറയുന്നത് 0 to തീറ്റയാണ് ആക്ച്വലി ഡിഫോർമേഷൻ എന്ന് പറയുന്ന വാല്യൂ സ്ട്രെയിൻ എനർജി യു. ദാറ്റ് ഈസ് ഈക്വൽ ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 2 നേരത്തെ ചെയ്ത പോലെ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഈസ് ഈക്വൽ ടു ടി ബൈ തീറ്റ ഇൻറ്റു ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ടു തീറ്റ വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഈസ് ഈക്വൽ ടു ടി ബൈ തീറ്റ ഇൻറ്റു തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ആയിട്ട് ക്യാൻസൽ ആവും. That is equal to u is equal to 1 by 2 into t into theta. സെയിം ഫോമുലയാണ് വരുന്നത് എക്സ്പ്രഷൻ ആൻഡ് അതിന് ടോർക്കിന് കറസ്പോണ്ടിങ് ടി വരുമെന്നേ ഉള്ളൂ. ഓക്കെ, ടി ഇൻറ്റു തീറ്റ ദാറ്റ് ടി ഇസ് ദി ടോർക്ക് അപ്ലൈഡ് ഇൻ ദ മെമ്പർ ദാറ്റ് ഇസ് കോസ് ഇൻറ്റു എഫക്റ്റ് ആണ് വാല്യൂ. ദാറ്റ് ഇസ് എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഫോർ ടോർഷണൽ ലോഡ് വാല്യൂ. ഓക്കെ.